ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ബാത്ത് പൗഡറാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ആണ് പച്ചരിപ്പൊടി. അപ്പോൾ ഈ പച്ചരിപ്പൊടി നന്നായിട്ട് നമ്മളെ സ്കിന്നിലെ ടാൻ പോവും, നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ പോവും, നല്ല കരുവളുപ്പൊക്കെ പോകുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ചാലും ഇത് മാത്രം മതി. ഈ പച്ചരിപ്പൊടി മാത്രം മതി. ഇത് നമ്മൾ ഉപയോഗിച്ചാലും നന്നായിട്ട് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ ഇത് ഉപയോഗിച്ചാലും നന്നായിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ആയാലും കൈയിൻ്റേതായാലും നല്ല കളറ് മാറി മാറി വരുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് വേപ്പില. അപ്പോൾ ഈ വേപ്പിലേക്ക് ഈ നിറം എന്തെന്ന് വെച്ചാൽ ഞാനിതിനെ ഡ്രൈ ചെയ്ത്, അതായത് പാനിലിട്ട് ഡ്രൈ ചെയ്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മഴക്കാലം ആയതുകൊണ്ടാണ്, ഇവിടെ നല്ല കാറ്റിയപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് വേപ്പില കിട്ടിയായിരുന്നു. അത് നമ്മുടെ സ്കിന്നിന് നല്ല കളറ് തരും. പിന്നെ സ്കിന്നിലുള്ള നമ്മുടെ ഫുൾ ബോഡിയിൽ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കും. പിന്നെ ഫംഗൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും പിമ്പിൾസോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നിന്ന് അത് പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുൾത്താനി മിട്ടിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പൺ പോഴ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് മുൾത്താനി മിട്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതിന് മൂന്ന് കരണ്ടി ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഫേസ് വാഷ് ചെയ്യും, അടുത്ത വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണും. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റോസ് പെറ്റൽസ് ആണ് കേട്ടോ. റോസ് പെറ്റൽസ് ഇത് ഞാൻ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിയ റോസ് പെറ്റലാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആവും കേട്ടോ ഇത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇടുക. പിന്നെ ഈ റോസ് പെറ്റൽസൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങുക, കാരണം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ എൻ്റെത് കട്ട പിടിച്ചു പോയി കേട്ടോ, അതുകൊണ്ടാണ് ഞാനിതിൽ ചേർക്കാത്തത്. പിന്നെ ഉള്ളത് കുടമഞ്ഞളാണ്. അപ്പോൾ ഈ കുടമഞ്ഞൾ നമുക്ക് ഒരു കരണ്ടി മതി കേട്ടോ, അല്ലെങ്കിൽ 1.25 ഇടാം. അപ്പോൾ ഞാൻ ഒരു കരണ്ടി, ഒരു 1.25 ഇട്ടു കേട്ടോ. അടുത്തത് രക്തചന്ദനമാണ്. രക്തചന്ദനാദി ചൂർണം. ഇതും ഞാൻ വനശ്രീ എന്ന ബ്രാൻഡാണ് കേട്ടോ. ഇത് ഞാൻ കൂടുതലും അങ്ങാടി കടയിലെ പ്രോഡക്റ്റുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെയും 2-3 കരണ്ടി ഇടാം. അപ്പോൾ ഒരു കരണ്ടി ഇട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞ് കേട്ടോ, തീർന്നത്. ഇതിൻ്റെ 3 കരണ്ടി ഇട്ടു. അപ്പോൾ ഇത് തീർന്നത് കൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇതിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് മൊത്തത്തിൽ തട്ടാൻ പറ്റും. ഇത് ഞാൻ സോപ്പ് ഉണ്ടാക്കി കേട്ടോ. ഞാനിവിടെ രക്തചന്ദനത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കി. നല്ല എന്താ പറയുന്നത്, നല്ല സ്കിന്നിന് നല്ല കളറുണ്ടാക്കും. ഈ രക്തചന്ദനാദി ചൂർണമെന്ന രീതിക്കാണ് അങ്ങാടി കടയിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല സോപ്പായിരുന്നു. ഞാൻ ഉപയോഗിച്ചപ്പോൾ മുഖമൊക്കെ നല്ല ടാൻ പോയി. മുഖത്തിലെ പിമ്പിൾസൊക്കെ ഉണ്ടല്ലോ, അതും ഇത് പോവാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കി, ഒരു 3-4 സോപ്പ് ഉണ്ടാക്കി കേട്ടോ. അത് നമ്മുടെ പിയേഴ്സ് സോപ്പില്ലേ, അതിലാണ് ഉണ്ടാക്കിയത്. 4-5 സോപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് അണ്ണൻ്റെ മക്കൾക്കും കൂടി കൊടുത്തു. അപ്പോൾ നമ്മളിത് ഇട്ടു. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസുകളാണ് ഞാനിന്ന് ബാത്ത് പൗഡറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീഡിയോസിലേക്ക് ബാത്ത് പൗഡർ ഇപ്പോൾ 2-3 വീഡിയോ ആയില്ലേ. അതെ, ഞാനിത് എന്നും ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് വേപ്പിലയുടെ ഇലയാണ് കേട്ടോ, തുരുമ്പ്, അതായത് ഇല പൊടിച്ചപ്പോൾ കിട്ടി. അപ്പോൾ ഈ വേപ്പില ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന്, എനിക്ക് വേപ്പില കുറച്ച് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴുണ്ടല്ലോ, കിളിമാനൂരിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് മഴക്കാലത്താണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചേച്ചി കൊണ്ടുവരാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ പിന്നെ പാനിലിട്ട് ഡ്രൈ ആക്കിയിട്ട് അതിനെ പൊടിച്ചു എടുത്ത്, അന്ന് കുറച്ച് പൊടിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് അല്ലാതെ പൊടിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ ഈ നിഴലിലിട്ട് ഉണക്കി ബാക്കി ഞാൻ വേപ്പില പൊടിച്ചെടുത്തു. പക്ഷേ അത് വേപ്പില മാത്രം ഇട്ടിട്ട് അത് പൊടിയാത്തതുകൊണ്ട് കുറച്ച് ബേസനും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ പൊടിച്ചെടുത്തത്. അതിൻ്റെ ഒന്ന് ഞാൻ ഫേസ് വാഷായിട്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത് കേട്ടോ, വേപ്പിലയും ബേസനും ഇട്ടുള്ള മിശ്രിതം.
ഫേസ് പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഡ്രൈ ആക്കി ഈ ഫ്രൈ പാനിലിട്ട് ഡ്രൈ ആക്കി ഞാൻ പൊടിച്ച വേപ്പിലയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ഇതും നന്നായിട്ട് നമ്മൾ സാധാ വേപ്പില പൊടിച്ച് ഉണ്ടാക്കുന്ന അതേ പൗഡറിൻ്റെ ഒരു ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ പോയി പിമ്പിൾസൊക്കെ പോയി ആ ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ കൂടുതലും നമ്മൾ നമ്മുടെ കമ്പനികളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയാണല്ലോ പൊടിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് എല്ലാ മെഷീനിലിട്ടാണല്ലോ അത് പൊടിക്കുന്നത്. മെഷീനിലിട്ട് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ടല്ലേ ആ ഇലകൾ പൊടിച്ചെടുക്കുന്നത്. അതേപോലെ ഞാനൊന്ന് പാനിലിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാനിലിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇളക്കി അതിനെ ഡ്രൈ ആക്കി എടുത്തിട്ട് ഒരു പച്ച ഇലയുടെ പച്ചപ്പ് പോയിട്ട് എടുത്തിട്ട് അതിന് നന്നായിട്ട് തണുത്ത ശേഷം ഞാൻ ചൂടോടെ ഇട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ അത് നല്ല ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.